ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബനൂസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെ കസിൻസൊക്കെ കൂടിയിട്ടുള്ള ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ, അതായത് എൻഗേജ്മെൻറ്റ് ഷോപ്പിംഗ് ആണ് കേട്ടോ. എൻ്റെ കസിൻ ബ്രദറിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള പർച്ചേസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ 2-3 ഷോപ്പിലൊക്കെ ഒന്ന് നോക്കി. അപ്പോൾ അവിടെ നിന്നൊന്നും കറക്റ്റായിട്ടൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മളിതാ ഗ്രാൻഡ് തേജസിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ 5th ഫ്ലോറിലാണ് ഈ ഒരു വെഡ്ഡിങ് ഡ്രസ്സും അതുപോലെ തന്നെ പാർട്ടി വെയറൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മണി 1:30 ടു ആ ഒരു ടൈമിലായിരുന്നു നമ്മൾ പോയത്. അത്യാവശ്യം റഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ പർച്ചേസിങ്ങിനൊക്കെ പോകുമ്പോൾ ഈ കസിൻസിൻ്റെ കൂടെയൊക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. അവരുടെ കൂടെ ഇങ്ങനെ കുറേ സമയം സ്പെൻഡ് ചെയ്യാം, സംസാരിക്കാം. നമ്മളെ പഴയ ആ ഒരു ടൈമൊക്കെ തിരിച്ചു വരുന്ന പോലെ നമുക്ക് തോന്നും കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ഫ്ലോറിലെത്തി. എന്നിട്ട് നമ്മളിതാ ഡ്രസ്സിന് വേണ്ടി പരുതാണ് കേട്ടോ. അപ്പോൾ പെണ്ണിന് മാത്രമല്ല, നമ്മുടെ കെട്ടുന്ന ആളുടെ സിസ്റ്ററിനും കൂടി നമ്മൾ ഡ്രസ്സ് നോക്കുന്നുണ്ട്. അങ്ങനെ പെണ്ണിനുള്ള ഡ്രസ്സ് ഏകദേശം സെറ്റായി. അതിനുശേഷം നമ്മുടെ സിസ്റ്ററിൻ്റെ ഡ്രസ്സിനാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്രാൻഡ് തേജസിൻ്റെ പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല കേട്ടോ ഇത്. പക്ഷേ ഇവിടെ ഇല്ലേ ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ്. പാർട്ടി വെയർ ആയിട്ടും നോർമൽ കുർത്തീസ് ആയിട്ടും അങ്ങനെ എല്ലാവിധ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ റേറ്റിൻ്റെ കാര്യം, അതും നമ്മുടെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തു. അതിനുശേഷം ആ ബില്ലിംഗ് സെക്ഷനിലേക്ക് പോയി. അപ്പോൾ പെണ്ണിന് ഇവിടെ നിന്ന് തന്നെ ജ്വല്ലറി കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഏറ്റവും താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് പെണ്ണിൻ്റെ ഫാൻസി ഐറ്റംസൊക്കെ ഉള്ളത്. അപ്പോൾ അത് സെലക്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഈ ഒരു ഗ്രാൻഡ് തേജസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് തന്നെ ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ അതിന് മാച്ചിങ് ആയിട്ടുള്ള ചോക്കർ കാര്യങ്ങൾ, വളകൾ അതൊക്കെ ഇവിടെ തന്നെ സെറ്റ് ചെയ്ത് തരും. അതുമാത്രമല്ല ഇവിടെ റെൻറ്റിനും അവൈലബിൾ ആണ്. അങ്ങനെ പെണ്ണിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ മോതിരം അതുപോലെ തന്നെ നെക്ലേസ് കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് സെലക്ട് ചെയ്തത് കേട്ടോ. അത്യാവശ്യം നല്ല കളക്ഷൻസ് തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. ഫാൻസി ഐറ്റംസ് മാത്രമല്ല, ഇവിടെ മേക്കപ്പ് പ്രോഡക്ട്സും അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ റെഡിമെയ്ഡ്സ് മാത്രമല്ല കേട്ടോ, റണ്ണിങ് മെറ്റീരിയൽസൊക്കെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. വെറും 40 രൂപ മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലെഹങ്കാസിനും അതുപോലെ തന്നെ കുർത്തീസിനും നമ്മളെ സൽവാസിനും ഒക്കെ പറ്റിയിട്ടുള്ള അടിപൊളി മെറ്റീരിയൽസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അതുമാത്രമല്ല, നമ്മളൊരു ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള ഡിസൈനിൽ അവർ സ്റ്റിച്ചും ചെയ്തു തരും.
അങ്ങനെ നമ്മുടെ ഡ്രസ്സിൻ്റെയും ഫാൻസി ഐറ്റംസിൻ്റെ ഒക്കെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. അതാ വെയിറ്റിങ്ങിലാണ്, ബില്ല് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് നമുക്ക് ഹാമ്പേഴ്സ് വാങ്ങിക്കാനായിരുന്നു. ഹാമ്പേഴ്സ്, ചോക്ലേറ്റ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഷോപ്പിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴാണ് പെണ്ണിന് ചെരുപ്പ് വാങ്ങിച്ചിട്ടില്ലല്ലോ എന്ന് ഓർമ്മിച്ചത്. അങ്ങനെ നമ്മൾ നേരെ സെഞ്ച്വറി കയറി. അപ്പോൾ അവിടെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. അങ്ങനെ അവിടുന്ന് നമ്മൾ പെണ്ണിൻ്റെ ചെരുപ്പും വാങ്ങിച്ച് അവിടുന്ന് നേരെ ഇറങ്ങിയേട്ടാ. അങ്ങനെ പെണ്ണിൻ്റെ ചെരുപ്പവും വാങ്ങിച്ച് നമ്മൾ നേരെ ഇറങ്ങിയത് വാച്ച് വാങ്ങിക്കാനായിരുന്നു. അങ്ങനെ വാച്ച് ഷോപ്പിൽ കയറി. അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെ ഉണ്ടായിരുന്നു. നല്ല പ്രീമിയം ടൈപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ ടൈറ്റാൻ്റെ ഷോപ്പിലാണ് പോയിട്ടുള്ളത്. അങ്ങനെ അവിടുന്ന് വാച്ചും സെലക്ട് ചെയ്തു. ഇപ്പോൾ ഏകദേശം ഒരു 7 മണി ആ ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉച്ചക്ക് 1 മണിക്കാണ് ഇറങ്ങിയത്. ഇപ്പോൾ ടൈം 7 മണിയായി. എന്നാലും ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഹാമ്പേഴ്സിൻ്റെ ഷോപ്പിലായിരുന്നു. അങ്ങനെ ഇതാ നമ്മുടെ ലുലു സാരീസിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള പിലാക്കണ്ടി പ്ലാസൻ്റെ ഉള്ളിലായിരുന്നു ഈ ഒരു ഷോപ്പ് വരുന്നത്. അത്യാവശ്യം കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെയും. അപ്പോൾ നമ്മൾ ഉച്ചക്ക് 1 മണിക്കാണ് ഇറങ്ങിയെന്ന് പറഞ്ഞല്ലോ. നമ്മൾ ആരും ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഈ ഒരു പർച്ചേസിങ് കംപ്ലീറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നു. അവസാനം നമ്മൾ ലുലു സാരീസിൽ നിന്ന് ബാഗും വാങ്ങി നമ്മൾ നേരെ വിട്ടത് പാലൈസയിലോട്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. രാത്രി 10 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ മുഴുവൻ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 10 മണി ആ ഒരു ടൈമായിരുന്നു നമ്മൾ പാലൈസിലെത്താൻ. അങ്ങനെ പാലൈസിൽ പോയി അവിടെ ഏകദേശം ഒരു 11:30 to 12 മണി വരെ ഷോപ്പ് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ അവിടെ പോയിട്ട് നമ്മൾ ബ്രോസ്റ്റഡാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ കുറച്ച് ലേറ്റായിട്ട് ചെന്നുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം കുറച്ച് ആൾക്കാരെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ 12 പീസ് കോംബോ വരുന്ന ബ്രോസ്റ്റഡ് ചിക്കനാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ കുടിക്കാൻ വാങ്ങിച്ചിട്ടുള്ളത് മൊജിറ്റോ ആയിരുന്നു. അപ്പം ബ്ലൂ മൂണും അതുപോലെ തന്നെ ഗ്രീൻ ആപ്പിളും പാഷൻ ഫ്രൂട്ടും ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി തന്നെ മൊജിറ്റോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാലൈസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ തരുന്ന ഫുഡ് ആയിക്കോട്ടെ, ഐസ്ക്രീംസ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അത് നല്ലൊരു ക്വാണ്ടിറ്റിയിലൂടെയും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലൂടെ കൂടിയാണ് നമുക്ക് അവർ തരുന്നത്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. അപ്പം നീണ്ട 10-20 മിനിറ്റത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ബ്രോസ്റ്റഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ അതും കഴിച്ച് എല്ലാവരും ഹാപ്പിയായി ഓട്ടോയിൽ നേരെ പുറക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം ബനൂസ് വേൾഡ്.